ഹായ് ഹലോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും 7 മണിയാകാറായിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് വന്നിട്ടോ. കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ആ ജനൽ അങ്ങ് തുറക്കും കേട്ടോ. അടച്ചിട്ട് ജോലി ചെയ്താൽ എനിക്കെന്തോ ശ്വാസം മുട്ടൽ പോലെയാണ്. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ തന്നെ ഞാൻ ആ ജനൽ തുറന്നു. ആ സമയത്ത് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയിലെ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഒരു ചായയും തിളപ്പിച്ച് കുടിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുവാണേ. പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. ഇന്നലെ തന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടും പഴവും അതങ്ങനെ പറയുന്നല്ലേ കുറച്ചുകൂടി രസം. ഇവിടെ ഒരു പുട്ടുപ്രിയനുണ്ട് കേട്ടോ. പുട്ട് മാത്രമല്ല, പുട്ടാണെങ്കിൽ അവന് പഴം തന്നെ വേണം. ഇന്നലെ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് പുട്ടും പഴവും മതിയെന്ന്. അതുകൊണ്ട് കുഞ്ഞുൻ രാത്രി തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പുട്ടും പഴവുമ്പോൾ എനിക്കും കുറച്ച് എളുപ്പമാണ്. സുഖം പരിപാടിയാണല്ലോ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ വേഗം തന്നെ ആ ഗ്ലാസ് കണ്ടോ, അതിനകത്ത് ഒരു 2 ഗ്ലാസ് പുട്ടുപൊടി എടുത്ത് കുഴച്ച് വെച്ചിട്ടോ. പുട്ട് കുഴക്കണം എങ്ങനെയെന്ന് ആരോടും പറഞ്ഞു തരണ്ടല്ലോ. ഇന്നലെ അച്ഛൻ വന്നപ്പോഴേക്കും തണ്ണിമത്തം കൊണ്ടുവന്നായിരുന്നേ. ഇച്ചിരി കഴിയുമ്പോൾ നമുക്കത് മുറിക്കാവേ. പിന്നെ നേരെ മേളിലേക്ക് പോയിട്ടോ. പോണ വഴിക്കാണ് നമ്മുടെ കറ്റാർ വഴിയിൽ കുറേ പുല്ലങ്ങ് പിടിച്ച് നിൽക്കുന്ന കണ്ടത്. വേഗം തന്നെ ക്ലീൻ ചെയ്തേ. കാണുമ്പോൾ ചെയ്തില്ലേ, ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ ആ കഥ വിട്ടു പോകും കേട്ടോ. സൂക്ഷിച്ചില്ലേ പിന്നെ അത് പോവും. ഒരുപാട് പാട് കേട്ടാണ് കേട്ടോ അതൊന്ന് പിടിച്ച് വന്നത്. നശിച്ചു പോകാൻ എളുപ്പ, ഒന്ന് പിടിച്ചു കിട്ടാനല്ലേ പാട്. അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞൊന്നും തരണ്ടല്ലോ. ഈ കറ്റാർ വാഴ കൊണ്ട് സ്ഥിരമായിട്ട് ഞാൻ എണ്ണ കാച്ചിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടിയായി. ഇനി എന്തായാലും കാച്ചണം. അവിടെ 2-3 തൈ ഉണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടൊന്ന് മേളിലും കൂടി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ മേളിൽ വന്ന് നീ താഴോട്ട് നോക്കിയപ്പോഴാണെങ്കിലും എനിക്ക് ചെറുതായിട്ട് ദേഷ്യം കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കടലാസ് പൂ ഏതാണ്ട് കാട് പിടിച്ചതുപോലെ നിൽക്കും. ഞാൻ കുഞ്ഞുനോട് കുറച്ചായി പറയുന്നതൊന്ന് വെട്ടി ഒതുക്കി നിർത്താൻ. എവിടെ അതിൻ്റെ പൂ പോയിട്ട് ഞാൻ വെട്ടുള്ളൂ എന്ന്. പൂ പോയിട്ട് എന്ന് വെട്ടാനാണോ? അതിൻ്റെ പൂ എന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ അകത്തേന്ന് വിളക്ക് കത്തിച്ചിട്ടോ. ഇവിടെയും വിളക്ക് കത്തിക്കും. നേരത്തെ ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് മുതൽ ചെയ്തതാണ്. പിന്നീട് അതങ്ങ് നിർത്തിയിട്ടില്ല. സ്ഥിരം എന്നും രാവിലെ കത്തിക്കും. സാധാരണ ഇത് ചെയ്യുന്നത് കുഞ്ഞോനാണ്. ആളിന്നിവിടെ ഇല്ല, വർക്കിന് പോയേക്കുവാണ്. വിളക്ക് കത്തിച്ച് ഞാൻ നേരെ മെഷീനിൽ തുണി ഇടാൻ പോയിട്ടോ. മെഷീൻ ഓണാക്കി കുറച്ച് സമയം അവിടെ തന്നെ നിന്നു. വിളക്ക് പെട്ടെന്ന് കെടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. കെടുത്താണ്ട് പോയാൽ അത് കരിന്തിരി കത്തും. അതുകൊണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് വിളക്കും കെടുത്ത് താഴോട്ട് വന്നപ്പോൾ ഐവിൻകുട്ടനും അമ്മയും കൂടി കുപ്പയിടുന്നതല്ല, അമ്മയുടെ മരുന്ന് കുറേ കൂടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, തീർന്നത്. അതെല്ലാം സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു ഇതെല്ലാം എടുത്ത് വേഗം കത്തിച്ചു കളഞ്ഞോ, മരുന്നിൻ്റെ കൂടി ഇങ്ങനെ വെച്ചെന്നാൽ അസുഖം മാറൂല എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞാണ്. പക്ഷെ അത് കേട്ട അമ്മ വേഗം തന്നെ അതെല്ലാം പിറക്കിക്കൊണ്ടുവന്ന് കത്തിച്ചതാണ്. വീട്ടിലെ ചെമ്പകം പൂവിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ഈ 2-3 ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒരുപാട് സ്മെല്ലൊന്നും വരില്ല. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് സൂര്യനും കൂടി അങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമില്ലേ കാണാൻ. അത് നോക്കി നിന്ന് ആ കാര്യം നടക്കാത്തതുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. പുട്ട് അടുപ്പത്തേക്ക് വെച്ചു. അത് കണ്ടപ്പോൾ ഐവിൻകുട്ടൻ ചാടി ഓടി വന്നു. എനിക്ക് വിശക്കുന്നേന്നും പറഞ്ഞ്. അവൻ്റെ പരിപാടി അതാണേ. പല്ല് വെച്ച് കഴിഞ്ഞാൽ അവന് വിശപ്പാണ്. ഞാൻ പറഞ്ഞു നീ അവിടെ പോയി ഇച്ചിരി നേരം ഇരിക്കും, ഞാൻ ഇപ്പം അങ്ങ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. പുട്ട് പെട്ടെന്ന് വേകുമല്ലോ, അതുകൊണ്ട് വേഗം തന്നെ അടുപ്പത്തേക്ക് വെച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പുട്ടിന് ആവി വന്നേ. പിന്നെ ഒട്ടും താമസിച്ചില്ല. വേഗം തന്നെ 2 പേരെയും വിളിച്ചിരുത്തിയിട്ടോ പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാനുട്ടി ആദ്യമൊന്നും മടിച്ചു, എനിക്ക് ഇച്ചിരി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്ന്. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. പിന്നെ ഇരുന്ന് അങ്ങനെ ഇരിക്കും, വേഗം വാന്നും പറഞ്ഞ് വിളിച്ചിരുത്തിയിട്ടാ. അതുകൊണ്ട് തന്നെ മടിയായിരുന്നു അവൾക്ക് കഴിക്കാൻ. അവൾക്ക് പുട്ടും പഴവും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അവൾക്ക് അറിയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കഴിക്കാനും മടിയായിരുന്നു. പിന്നെ ഇത് കണ്ടോ, അവളുടെ ഒരു പരിപാടി ഞാൻ കാണിച്ചിട്ടേ. ഒരു സൈഡിലേക്ക് ആ പുട്ടിൻ്റെ തേങ്ങ മുഴുവൻ മാറ്റി വെച്ചേക്കുന്ന കണ്ടോ. ബാനുട്ടി അങ്ങനെ തന്നെ. പുട്ടിനും ഇടിയപ്പത്തിനും തേങ്ങ ഒന്നും ഇഷ്ടമല്ല. ഐവിൻകുട്ടനും ഇടിയപ്പത്തിന് ഇഷ്ടമല്ല. പുട്ടിൻ്റെ തേങ്ങയും പഴവും കൂട്ടി അവൻ കഴിക്കും കേട്ടോ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് കഴിക്കണം, നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞാണേ കഴിക്കുന്നത്. പിന്നെ അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ നേരെ വീണ്ടും അടുക്കളയിലേക്ക് പോന്നേ. ഉച്ചക്കത്തേക്ക് കറി വെക്കണമല്ലോ. മീൻ ഇന്നലെ തന്നെ വെട്ടി തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് മത്തി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കിളിമീനും ഉണ്ടായിരുന്നു. ഇതിന് ഇവിടെയൊക്കെ കിളിമീൻ എന്നാണ് കേട്ടോ പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇവിടെ അച്ഛൻ കിളിമീൻ കൂട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് മത്തി ഞാൻ എടുത്ത് വെച്ചിരുന്നു. ഇന്നലെ ആയിരുന്നു കേട്ടോ മത്തിക്കറി വെച്ചത്. അതിനകത്ത് നിന്ന് ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അച്ഛൻ കൂട്ടിയില്ലെങ്കിലോ എന്നോർത്ത് കുഞ്ഞോനും ഞാനും അമ്മയൊക്കെ കിളിമീൻ കൂട്ടും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇച്ചിരി മുളക് അരച്ച് കിളിമീൻ അങ്ങ് പൊള്ളിച്ചേ. പിന്നെ ആ മത്തി ഉണ്ടല്ലോ, അത് ഇച്ചിരി മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. ഒരു പകുതി ഉണ്ടായിരുന്നുള്ളൂ. ആ മാങ്ങ ഇട്ട് ആ മത്തി അങ്ങ് കറിയും വെച്ചു. അപ്പോൾ പിന്നെ അച്ഛനും ആകുമല്ലോ. അങ്ങനെ എൻ്റെ 2 മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കിളിമീൻ കറിയാണ്. അത് അത്യാവശ്യം കൊഴുപ്പിൽ തന്നെ വെച്ചു. പിന്നെ ഇത് മത്തിക്കറി. ഇനി എന്തെങ്കിലും പച്ചക്കറിയും കൂടി വേണമല്ലോ. അതിനെന്ത് ചെയ്തു, ഇന്നലെ അച്ഛൻ വന്നപ്പോൾ കുറച്ച് കപ്പ കൊണ്ടുവന്നായിരുന്നേ. അച്ഛൻ വന്നപ്പോഴേക്കും ഞങ്ങളൊക്കെ ആഹാരം കഴിച്ച് കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് കപ്പ നേരെ ഫ്രിഡ്ജിൽ വെച്ചു. ആ കപ്പ എടുത്ത് അങ്ങ് കറി വെച്ചു. കപ്പ പുഴുങ്ങിയത് കൊണ്ടേ കൊടുത്ത കുഞ്ഞോന് അത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ. അതേസമയത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ മീൻചാറുമായിട്ട് പുളി കഴിച്ചോളും. ഇത് വെച്ചത് എങ്ങനെയാണെന്ന് കൂടി പറയാം കേട്ടോ. കുറച്ച് തേങ്ങയിൽ ഇച്ചിരി ഉള്ളിയും അതുപോലെ ഉപ്പും മഞ്ഞപ്പൊടിയും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് ഒതുക്കിയെടുത്തു. എന്നിട്ട് പിന്നെ കപ്പ വെന്തതായോണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുത്തു. എന്നിട്ട് ആ തിളക്കുന്നതിലേക്ക് ഈ കൂട്ടങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കണം. പിന്നെ വറ പൊട്ടിച്ച് അതിൽ
അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മുടെ കപ്പക്കറി റെഡി. ഇനിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗം തന്നെ കിച്ചൺ ക്ലീൻ ചെയ്ത് ഇടും കേട്ടോ. അല്ലെങ്കിൽ അടുത്ത തവണ കയറുമ്പോൾ പിന്നെ നമുക്ക് ദേഷ്യം വരും, നിറച്ച് ജോലിയുള്ള പോലെ തോന്നും. എന്തായാലും ക്ലീൻ ചെയ്തിട്ടാൽ നമുക്ക് അടുത്ത തവണ കയറുമ്പോഴേക്കും നല്ല ഫ്രഷ് ആയിട്ട് അടുത്ത ജോലി തുടങ്ങാം. എന്തായാലും ഞാൻ എൻ്റെ പണിയൊക്കെ തീർത്ത് പോവുകയാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ.